വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയാൽ പോലീസ് കൈകാണിച്ച് സമയം കളയുമെന്ന ആശങ്കയാണ് പലർക്കും. ലൈസൻസ് കയ്യിൽ എടുത്തില്ല എങ്കിൽ ആശങ്ക ഇരട്ടിക്കും. പക്ഷേ ഇതിനിപ്പോൾ പരിഹാരമുണ്ട്. അതിപ്പോൾ എങ്ങനെയെന്നും പരിശോധിക്കാം. വാഹന പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെയും വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെയും ഡിജിറ്റൽ പകർപ്പ് കാണിച്ചാൽ മതിയാകും. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയത്. പരിവാഹൻ, ഡിജി ലോക്കർ എന്നിവയിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്ന രേഖകൾ കാണിച്ചാലും പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥർ അസൽ പകർപ്പ് മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പലപ്പോഴും തർക്കങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. 2000-ലെ IT നിയമപ്രകാരം ഡിജിറ്റൽ രേഖകൾ അസലിന് തുല്യമാണ് എന്നാണ് പുതിയ ഉത്തരവിലുള്ളത്. അസൽ രേഖകൾ കാണിക്കുന്നതിന് നിർബന്ധിക്കരുത് എന്നും പുതിയ ഉത്തരവിലുണ്ട്. വാഹന പരിശോധനാ സമയത്ത് വാഹൻ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന QR കോഡുള്ള കോപ്പി കാണിച്ചാലും മതിയാകും. ഡിജിറ്റൽ രേഖകൾ കാണിക്കുമ്പോൾ ഏതെങ്കിലും നിയമ ലംഘനങ്ങൾ കണ്ടാൽ വാഹൻ സാരഥി ഡേറ്റാബേസിൽ ഇലക്ട്രോണിക്കായി ചെലാൻ തയ്യാറാക്കി രേഖകൾ പിടിച്ചെടുത്തതായി രേഖപ്പെടുത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അസൽ രേഖകൾ പിടിച്ചെടുക്കുന്നതും വിലക്കിയിട്ടുണ്ട്. പ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്. പ്രധാന രേഖകൾ എങ്ങനെ ഡിജി ലോക്കറുമായി ബന്ധപ്പെടുത്താം. ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക് തുടങ്ങിയവ ഡിജിറ്റൽ ഫോർമാറ്റിൽ സൂക്ഷിക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ഡോക്യുമെന്റ് സ്റ്റോറേജ് ആൻഡ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമാണ് ഡിജി ലോക്കർ. ഉപഭോക്താവിന് അവരുടെ സുപ്രധാന രേഖകൾ ഓൺലൈനായി ഉപയോഗിക്കാനും നിയന്ത്രിക്കാനും ഡിജി ലോക്കറിലൂടെ സാധിക്കും. രേഖകൾ ഡിജി ലോക്കറുമായി ബന്ധപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. 1. ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടാക്കുക. ഡിജി ലോക്കറിന്റെ വെബ്സൈറ്റ് വഴിയോ സ്മാർട്ട് ഫോണിൽ ഡിജി ലോക്കർ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അക്കൗണ്ട് നിർമ്മിക്കാം. അക്കൗണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഉപയോഗിച്ച് ഡിജി ലോക്കർ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ശേഷം ഡിജി ലോക്കർ അക്കൗണ്ടിന്റെ ഹോം പേജിലെത്തും. ഡിജി ലോക്കറുമായി ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ടിന്റെ ഹോം പേജിലെ ലിങ്ക് യുവർ ആധാർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയക്കുന്ന OTP ഉപയോഗിച്ച് ഇത് ഉറപ്പുവരുത്തുകയും ചെയ്യണം. 4. ഡിജി ലോക്കറുമായി പാൻ കാർഡ് ലിങ്ക് ചെയ്യാൻ നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ടിന്റെ ഹോം പേജിലെ ലിങ്ക് യുവർ പാൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാൻ നമ്പറും ജനന തീയതിയും നൽകാൻ നിങ്ങളോട് ആവശ്യപ്പെടും. വിശദാംശങ്ങൾ നൽകിക്കഴിഞ്ഞാൽ പാൻ കാർഡ് ലിങ്ക് ചെയ്യാൻ സേവ് ക്ലിക്ക് ചെയ്യുക. 5. പ്രധാന രേഖകൾ ഡിജി ലോക്കറിൽ ബന്ധപ്പെടുത്താൻ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഹോം പേജിലെ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് PDF, JPG അല്ലെങ്കിൽ PNG ഫോർമാറ്റിൽ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവ നിങ്ങളുടെ ഡിജി ലോക്കർ അക്കൗണ്ടിൽ സംരക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്ക് പിന്നാലെ ഡ്രൈവിംഗ് ഗ്രൗണ്ടിലും മാറ്റങ്ങളുമായി ഗതാഗത വകുപ്പ് മുന്നോട്ടുണ്ട്. ആധുനിക സൗകര്യങ്ങളും ക്രമീകരണങ്ങളുമായി സ്വകാര്യ മേഖലയിൽ ഡ്രൈവിംഗ് ഗ്രൗണ്ടുകൾ തുടങ്ങാൻ അനുമതി നൽകി ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ദിവസേനയുള്ള ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചും കാലഹരണപ്പെട്ട വാഹനങ്ങൾ ഒഴിവാക്കിയുമെല്ലാം ആദ്യഘട്ട പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇനി 2ാം ഘട്ടമാണ്. ആധുനിക സൗകര്യങ്ങളുള്ള വലിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകളാകും ഉണ്ടാകാൻ പോകുന്നത്. കയറ്റവും ഇറക്കവും റിവേഴ്സ് പാർക്കിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയാകും പരിഷ്കരിച്ച ഗ്രൗണ്ടുകൾ. ഇതിനായി സ്വകാര്യ മേഖലയ്ക്കും ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ തുടങ്ങാൻ അനുവദിച്ച് ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. 12 പേർക്കാണ് അനുമതി നൽകിയത്. മാനദണ്ഡങ്ങൾ പാലിച്ച ഗ്രൗണ്ടുകൾ ഒരുക്കണം. തുടർന്ന് RTOമാരുടെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് പരിശോധിക്കും. മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് പരിശോധനയിൽ ഉറപ്പാക്കിയ ശേഷമാകും അന്തിമ അനുമതി ലഭിക്കുന്നത്. നിലവിൽ അനുമതി ലഭിച്ചവർ എല്ലാം സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മകളാണ്. മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ച ഗ്രൗണ്ട് ഒരുക്കാൻ കുറഞ്ഞത് 2.5 ഏക്കർ സ്ഥലമെങ്കിലും വേണ്ടിവരുമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെട്ടത്.